നമ്മൾ ഹോട്ടലിൽ ചെന്നൊരു ബീഫ് ഫ്രൈ ഓർഡർ ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല കറുത്ത ബീഫ് ഫ്രൈ വരും. അതിന് മുകളിൽ കുറച്ച് സവോളയൊക്കെ ഇട്ട്. അതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. ഒരു ഉരുളി വെച്ച് അതിലോട്ട് നല്ല തേങ്ങാക്കൊത്ത് കുറച്ച് അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കുക. തേങ്ങാക്കൊത്ത് നന്നായി മൂത്ത് വരുമ്പോൾ അതിലോട്ട് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും ഇത്തിരി പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്ത ഒരു 5 സവോള അതും ഇട്ടുകൊടുത്ത് നന്നായി വഴറ്റിയ കൂടെ ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇവ നന്നായി വഴന്നു വരട്ടെ. നമ്മുടെ ബീഫ് ഇവിടെ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്തിരി കറിവേപ്പിലയും ലേശം തേങ്ങാക്കൊത്ത് വിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. നമ്മുടെ ചേരുവകളെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലോട്ട് കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇറച്ചി മസാലയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലോട്ട് വറുത്ത് പൊടിച്ച പെരിഞ്ജീരകപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാല ഉണ്ടെങ്കിൽ അതും ചേർക്കാൻ കേട്ടോ. അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മസാലകൾ നന്നായി മൂത്ത് വരുമ്പോൾ അതിലോട്ട് നമ്മുടെ വേവിച്ച് വെച്ച ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചുറ്റും ബീഫിൻ്റെ പാറിപ്പറന്ന നല്ല മണം പരക്കും. പക്ഷെ നമ്മുടെ മനസ്സിൽ ഒരു 16 പൊറോട്ട കഴിക്കാനുള്ള വെമ്പലുണ്ടാകും. പക്ഷേ നമ്മൾ ആ സമയത്ത് ബീഫിൻ്റെ തീ ചെറുതായിട്ട് കുറച്ച് കൊടുത്ത് അതിലോട്ട് ഇത്തിരി പച്ചവെളിച്ചെണ്ണ കൊടുത്ത് ഇതുപോലെ പതുക്കി ഇളക്കി കറുപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡിയാണ്. ഇനി ഇതിന് മുകളിൽ സവോള കട്ട് ചെയ്തിട്ട് ആവശ്യത്തിന് കഴിക്കുക. 16 25 പൊറോട്ട കഴിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണും വരെ താങ്ക് യു സോ മച്ച്.